ശ്രീ പാണ്ഡ്യാല ഷാജി, എന്തൊരു യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയാണ് ശാലിനി സംസാരിക്കുന്നത്. കൃത്യമായി പഠിച്ചാണ് അവർ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ചുറ്റിലും നടക്കുന്നതൊക്കെ അവർക്ക് സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണല്ലോ ഇത്രയും കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. ശ്രീ പാണ്ഡ്യാല ഷാജി, പിണറായിയുടെ സ്വഭാവം വെച്ച് എത്ര ദിവസം കൂടി ഇവരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇരുത്തും? അല്ല, അതിനകത്ത് ഒരു കാര്യം നമ്പ്യാർ ശാലിനി പറയുന്ന സമയത്ത് എന്താ പറഞ്ഞാല്, ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ഓരോ തൊഴിലാളി ഓരോ ആശയം എന്താണെന്ന് പറഞ്ഞാൽ ആശാവർക്കർ എന്നറിയാം, അതിനകത്ത് നേതാവാണ്. ഈ സമരത്തിന് എന്താ, ആ സമരത്തിന് മറ്റൊരു കെട്ടിയിറക്കപ്പെട്ടിരിക്കുന്ന നേതാവില്ല. അതുകൊണ്ട് തന്നെയാണ് ആ സമരത്തെ കീഴ്പ്പെടുത്തുക, പരാജയപ്പെടുത്തുക ഈ മുഖ്യമന്ത്രിയല്ല അയാളെക്കാൾ വലിയ തമ്പ്രാമിയാച്ചാൽ സാധ്യമല്ലാത്ത ഒരു രാഷ്ട്രീയ ഭൂമികേട് ഉണ്ടാവുന്നത്. അത് വെറുതെ പറയാം. അതിന് ബഹുമാനപ്പെട്ട PM സുരേഷ് ബാബു കുണ്ടുകപ്പെട്ടൊരു കാര്യമില്ല. കാരണം എന്താ അറിയോ, ഒരു സമരം എന്ന് പറയുന്നത്, സമരം പുറക്കുന്ന ഇവിടുന്നാണ്, ആവശ്യങ്ങളിൽ നിന്നാണ്. ആവശ്യമില്ലാതെ സമരം നിർമ്മിക്കുന്നിടത്താണ് സമരം പാളിപ്പോകുന്നത്. ഈ സമരം പിറന്നു വീണത് അവരുടെ അനിവാര്യതയിൽ നിന്നാണ്. ഈ അനിവാര്യതയിൽ ഉയർന്നു സമരത്തെ ആഭാസതരത്തിലാകുന്ന പ്രസ്താവന കൊണ്ട് മറികടക്കുകയോ അപമാനിക്കാനോ സാധ്യമല്ല. അതൊരു രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ്. ഈ രാഷ്ട്രീയ യാഥാർത്ഥ്യം ഉണ്ട് എന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഈ സമരം രാഷ്ട്രീയമായി വിജയിച്ചിരിക്കുന്നു എന്ന് പറയാനുള്ള രാഷ്ട്രീയമായ കാരണവുമെന്നാണ്. അതെന്തുകൊണ്ടാണെന്നറിയോ, കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷ ഗവൺമെന്റ് ആണെന്നാണല്ലോ സങ്കല്പം. ഇടതുപക്ഷവുമായി മൂത്രമൊഴിച്ച ബന്ധമുള്ള ഒരു സർക്കാരാണോ ഈ സർക്കാർ? അതല്ല എന്ന് PM സുരേഷ് ബാബുവിന് വളരെ കൃത്യമായിട്ട് അറിയുന്നതാണ്. പക്ഷേ യു ആർ ബൗണ്ട് ടു നിങ്ങളെ മറ്റു രീതിയിൽ സംസാരിക്കാൻ നിങ്ങൾ നിർബന്ധിതരാണ്. കാരണം അത് നിങ്ങളുടെ മുന്നണിക്കകത്ത് നിങ്ങളുടെ ദുര്യോഗമാണത്. ഈ ദുര്യോഗം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അതിനകത്ത് ജനാധിപത്യപരമായ ഒരു സംഭവം പറയാൻ നിങ്ങൾക്ക് കഴിയാത്ത വിധത്തിൽ നിങ്ങൾ ബന്ധനസ്ഥരാക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ്. അതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യം, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടിയുടെ കാര്യം, അതല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഒരു തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിൻ്റെതായ, അല്ലെങ്കിൽ തൊഴിലാളി വർഗം എന്ന് പറയേണ്ട സാധാരണക്കാരാക്കുന്ന മനുഷ്യന്റെ ജീവിതഗന്ധിയായ രാഷ്ട്രീയം, ഈ ജീവിതഗന്ധിയായ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി സമരഭൂമിയിലേക്ക് കടന്നപ്പോ 1957 വന്നിരിക്കുന്ന ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ, 59 അതിൽ പിന്നീട് വന്നിരിക്കുന്ന വിമോചന സമരം, ആ വിമോചന സമരത്തിൽ പങ്കാളികളായിരിക്കുന്നവരെ കൂട്ടിയേർത്തുകൊണ്ടാണ് AKG ഇവിടെ സമരം നടത്തിയത്. ഓർമ്മയുണ്ടാവുമല്ലോ PM സുരേഷ് ബാബുവിന്. അമരാവതിയിൽ AKG സമരം ഏറ്റവും ഗംഭീരമായി സമരം നടത്തിയത് അങ്ങനെയാണ്. ആ സമരത്തിന് പേരിൽ AKG പാർട്ടിയുടെ പണിഷ്മെന്റ് വാങ്ങിയ നേതാവാണ്. നിങ്ങൾ ആരോടെങ്കിലും പാർട്ടിക്കാരോട് അന്വേഷിച്ച് നോക്കണോ? അതിനോട് പാർട്ടി നടപടിക്ക് വിധേയരാക്കപ്പെട്ട ആളാണ് AKG. അതാണ് തൊഴിലാളി വർഗത്തിന്റെ സമരം എന്ന് പറയുന്നത്. ആ സമരത്തിന്റെ രീതിയിലേക്ക് ഇവിടെ ആര് മാറണം? അന്നേരം അത് പറയുന്നത് ഈ SUCIക്കാരാണ്, അല്ലെങ്കിൽ അവരാണ് വരുന്നതോട് അവർ പങ്കെടുക്കാൻ പാടില്ല എന്ന് പറയാവുന്ന അധമത്വം വരുമ്പോ നിങ്ങൾക്ക് എവിടെയാണ് വാദത്തിൽ മാനവികതയുള്ളത്? എവിടെയാണ് മാനവികതയുള്ളത്? ഈ മാനവികത ഞാൻ വിശദമായിട്ട് പറയുന്നില്ല. ഈ മാനവികതയുടെ ഒരംശം പോലും പിറവിയിൽ തന്നെ ഇല്ലാതാക്കപ്പെട്ടു പോയിരിക്കുന്ന ഒരാളാണ് വാസ്തവത്തിൽ ഈ കേരളത്തിലെ മുഖ്യമന്ത്രി. അപ്പൊ അതുകൊണ്ട് തന്നെ അയാൾ ഈ സമരം എത്ര കാലം ഇനി നീട്ടിക്കൊണ്ടുപോകുമെന്നല്ല വിഷയം. എത്ര സമയത്തിനുള്ളിൽ ഈ സമരം തീർക്കാൻ അയാൾ നിർബന്ധിതമായി തീരുന്ന ഒരു പുതിയ രാഷ്ട്രീയ ഭൂമിക ഈ കേരളത്തിൽ രൂപം കൊണ്ടുവന്നിരിക്കുന്നു എന്നതാണ് അതിന്റെ വർത്തമാനകാലമായ യാഥാർത്ഥ്യം. ഒറ്റൊരു പോയിന്റ് കൂടി, ഈ ആശമാരുടെ വിഷയം തീർക്കണമെങ്കിൽ ഇയാളുടെ ക്ലിഫ് ഹൗസ് ഉണ്ടല്ലോ, ആ ക്ലിഫ് ഹൗസിന്റെ അറ്റകുറ്റപ്പണി ഇതുവരെ ആരും ചെലവാക്കിയിരിക്കുന്ന പൈസ എത്രയാണ്? ബാക്കി എല്ലാം ഒഴിവാക്ക്. 3.25 കോടിയോ 4.25 കോടി രൂപയോ മറ്റാണ് ഇയാളുടെ മരുമകന്റെ പൊതുമരാമത്ത് വകുപ്പിൽ നിന്ന് ഈ മുടിഞ്ഞ തറവാടെന്ന് പറഞ്ഞ സാധനം ക്ലിഫ് ഹൗസ്. ആ ക്ലിഫ് ഹൗസിന് ഇപ്പൊ അറ്റകുറ്റപ്പണിക്ക് വേണ്ടി ചെലവഴിച്ചിരിക്കുന്ന തുക ആ തുക വേണോ? ഈ ആശാവർക്കർമാരുടെ പ്രശ്നം പരിഹരിക്കാൻ വേണോ? 100 കോടി രൂപയുടെ കാറിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന പണം അത് വേണോ ഇത് മാറ്റിവെക്കാൻ? അത് വേണോ? ഇതൊന്നും ചർച്ച ചെയ്യാതെ എന്ത് ചെയ്യാന്നറിയോ? അയാളോട് തിരുവായി നിങ്ങൾ അത് ഇങ്ങനെയൊന്നും വരണമായിരുന്നല്ലോ, അങ്ങനെ വന്ന് പറയാമെന്ന് അറിയോ? അവിടെയാണ് ഈ ആശാവർക്കർ വായിക്കുന്ന ഓരോരുത്തർ മുടി മുറിച്ചിരിക്കുന്ന ഓരോ ആളും വന്നാല് ഓരോ ആളും പോരാളിയായത് അവിടെയാണ്. അവിടെയാണ് അവർ ഫൈറ്റർമാരായത്. ആ ഫൈറ്റർമാരായിരിക്കുന്ന ആളുകളെ അപമാനിക്കുന്ന രീതിയിൽ ഒരിക്കൽ പോലും അത്തരത്തിലുള്ള ഒരു അവരോട് വിനീതരും വിധേയരുമാവാനല്ല, അവർ സമരം ചെയ്യാൻ വന്നവരാണ്. സമരം ചെയ്യുന്നുണ്ടെങ്കിൽ അവരവിടെ അവകാശങ്ങൾ പിടിച്ചു വാങ്ങാൻ ആവശ്യമായിരിക്കുന്ന ഒരു ഭൂമിക ഈ കേരളത്തിലെ പൊതുജനം അവർക്ക് നൽകിയിരിക്കുമെന്നാണ് മിസ്റ്റർ നമ്പ്യാർ. എനിക്ക് ഈ സമയത്തിന്റെ പരിമിതി കാരണം പറയാനുള്ളത്. സന്തോഷം. യെസ്, അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, നോക്കൂ, അവർക്ക് കൊടുത്തൊരു വാഗ്ദാനം നേരത്തെ അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. പ്രകടന പത്രികയിൽ കൃത്യമായിട്ട് നിങ്ങൾ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് ആ വാഗ്ദാനം പാലിക്കുന്നില്ല? ഗോപാലകൃഷ്ണൻ വക്കീൽ സൂമിൽ ഉണ്ടോ? ഉണ്ട്, പറഞ്ഞോ. അതെ ഉണ്ടെങ്കിൽ എന്താ അറിയോ, ഞാൻ രാഷ്ട്രീയം പറഞ്ഞതല്ല. നേരത്തെ ഷാജി പറഞ്ഞത് ഇൻവേർട്ടഡ് കോമയിൽ ഇട്ടിട്ട് ഞാൻ അവിടെ പറഞ്ഞതേ ഉള്ളൂ. അങ്ങ് നേരത്തെ ഷാജി പറയുന്നത് കേട്ടിട്ടുണ്ടാവില്ല, പെട്ടെന്ന് വന്നിട്ടല്ലേ ഉള്ളൂ. നമ്മൾ രണ്ടുപേരും പെട്ടെന്ന് വന്നതല്ലേ.
അപ്പോൾ അത് കേട്ടിട്ടുണ്ടാവില്ല. ഞാൻ വന്ന് കേൾക്കുമ്പോൾ ഇതുള്ളതുകൊണ്ട് അതിൻ്റെ ഉള്ള ഒരു റിപ്ലൈ എന്നുള്ള നിലയിലാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് അത്തരം അപക്വമായ പരാമർശങ്ങൾ ഉണ്ടാകുമെന്ന് അങ്ങ് വിശ്വസിക്കില്ല എന്ന് എനിക്കറിയാം. എങ്കിലും അത് കേട്ടവരേതില്ല. ഞാൻ എൻ്റെതായിട്ടുള്ള വർത്തമാനമല്ലത് എന്നാണ് ഞാൻ പറയുന്നുള്ളത്. മറ്റേ കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് എൻ്റെ ഓർമ്മയിലുള്ളത് ഞാൻ പറയാം. പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്നത് ഈ സന്നദ്ധ സേവാ പ്രവർത്തകന്മാർ എന്നുള്ള നിർവചനത്തിൽ നിന്നും അവരെ മാറ്റി തൊഴിലാളി എന്ന നിർവചനത്തിലേക്ക് മാറ്റുന്നതിന് കേന്ദ്ര സർക്കാർ തീരുമാനമെടുക്കണം. അങ്ങനെ വന്നാൽ ആ തൊഴിലാളി എന്ന നിർവചനത്തിലേക്ക് അങ്ങനെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ തൊഴിലാളികൾക്ക് ഇവിടെ നിശ്ചയിച്ചിട്ടുള്ള മിനിമം വേതനം എന്ന് പറയുന്ന 700 രൂപയോടടുത്ത സംഖ്യ, അത് വരുമ്പോൾ 30 ദിവസത്തേക്ക് 21,000 രൂപ. ഇതാണ് യഥാർത്ഥത്തിലുള്ള ആ ഒരു പ്രകടന പത്രികയിലെ പരാമർശം. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മന്ത്രി അവരോട് പറഞ്ഞത് നിങ്ങൾ ഒന്നുകൂടി അത് വായിച്ചു നോക്കൂ എന്ന് പറയാനുണ്ടായ കാരണം അതാണ്. ഇനി അതല്ല എങ്കിൽ അനിൽ നമ്പ്യാർ പറയുന്നത് ഞാൻ പെട്ടെന്ന് ഒറ്റയടിക്ക് ഞാൻ നിഷേധിക്കില്ല, ഞാൻ അത് അവിശ്വസിക്കുകയുമില്ല. ഞാൻ എൻ്റെ അടുത്തുള്ള ഈ വിവരം വെച്ചാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ഞാനത് പരിശോധിച്ച് കൃത്യമായ ഒരു പരാമർശം അക്കാര്യത്തിൽ ഉണ്ടെങ്കിൽ കൊടുക്കും ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കൊടുക്കുമെന്നതാണ് അതിനകത്ത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ അതിന് വേണ്ടിയിട്ട് പാർട്ടിക്കകത്ത് സമ്മർദ്ദം ചെലുത്തും. അത് ഉറപ്പായിട്ടും ചെയ്യും. അത്തരം ഒരു പരാമർശം. കാരണം എന്താ വെച്ചാൽ ഈ ഇപ്പോൾ കിട്ടുന്ന 8,000 7,000 21,000 തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. 21,000 എത്തിയാലും ഈ ജനങ്ങൾ ഇവർ പ്രയാസപ്പെടുന്ന ഒരു സ്ഥിതി തന്നെയായിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ 7,000 നിന്ന് 21,000 കൊടുക്കുന്നതിൽ പിന്നെ അവര് ഈ എക്സ്ട്രാ വാങ്ങിക്കൊണ്ടു പോകുന്നു അല്ലെങ്കിൽ ദൂർത്താകുന്നു എന്നൊന്നും ഒരു നിഗമനത്തിൽ എത്താത്ത ഒരാളായതുകൊണ്ട് അങ്ങനെ ഒരു പരാമർശം നേരത്തെ ഉണ്ടെങ്കിൽ പറഞ്ഞു പറ്റിച്ചു എന്ന് പിന്നെ പറയുന്ന ഒരു സ്ഥിതി ഉണ്ടാകാൻ പാടില്ലല്ലോ. ഒരിക്കലും അങ്ങനെ പാടില്ല. ആ പാടില്ലായ്മക്ക് പരിഹാരം ഉണ്ടാക്കാൻ നമുക്ക് പരിശ്രമിക്കാം. 2, ഇത് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഒരു ഓഫർ ആണെങ്കിൽ അല്ലെങ്കിൽ മുന്നണിയുടെ ഭാഗത്തുള്ള ഓഫർ ആണെങ്കിൽ അത് നടപ്പിൽ വരുത്തുന്നതിന് ആവശ്യമായ സമ്മർദ്ദം നമുക്ക് ചെലുത്തുകയും ചെയ്യാം. അല്ലാത്ത മറ്റിതര കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് വെച്ചാൽ അതിനകത്തുള്ള രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തെ രണ്ട് മുന്നണികളും അല്ലെങ്കിൽ സമരത്തിന്റെ ആളുകളും സമരത്തിന്റെ വിരുദ്ധന്മാരും ഒക്കെ ആയിട്ട് അതിങ്ങനെ ഒരു പൊളിറ്റിക്കൽ ക്ലാഷ് ഉണ്ടാകും. ആ ക്ലാഷ് അതിൻ്റെതായ രൂപത്തിൽ നടക്കുമ്പോൾ അതിനെന്താണോ പിന്നെ അതിൻ്റെ പരിണിത ഫലം എന്താണോ ആ ഫലം ആരായാലും അനുഭവിക്കും. അതിനിപ്പോൾ പ്രത്യേകിച്ചൊരു ഒന്നും കുറ്റം പറയാനൊന്നുമില്ലല്ലോ. പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനില്ലല്ലോ. ഈ സമരം നേരിടേണ്ടതാണ് എന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തീരുമാനമെങ്കിൽ അതിന്റെ കോൺസിക്വൻസ് എന്താണോ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അനുഭവിക്കും. അത് അതിനെ കൊണ്ട് നന്മയാണെങ്കിൽ നന്മ കിട്ടും, തെറ്റാണെങ്കിൽ ദോഷമാണെങ്കിൽ ദോഷം അനുഭവിക്കും. ശാലിനി പറയുന്നതിനോട് ഖണ്ഡിക്കാൻ ഞാൻ ആളല്ല. കാരണം അവർ വേദന അനുഭവിക്കുന്നവരുടെ പട്ടികയിൽപ്പെട്ട ആളാണ്, ദുഃഖം അനുഭവിക്കുന്നവരുടെ പട്ടികയിൽപ്പെട്ട ആളാണ്. ആ ദുഃഖത്തിൻ്റെയും വേദനയുടെയും പ്രതിഫലനം എന്നുള്ള നിലയിൽ അവരുടെ വാക്കുകളിൽ പാളിച്ചകൾ ഉണ്ടെങ്കിൽ പോലും അത് ഒരു സഹോദരീ നിർമ്മിതമായ സ്നേഹത്തോടുകൂടി ഞാനത് സ്വീകരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതല്ലാതെ അതിനോട് മറിച്ച് പ്രതികരിക്കാനൊന്നും എൻ്റെ മനസ്സാക്ഷി എന്നെ അനുവദിക്കുകയില്ല. ആരെയും വഷളാക്കാനോ ആരെയും ചീത്തയാക്കാനോ ജനാധിപത്യ സമൂഹത്തിലെ ഒരു രാഷ്ട്രത്തിനകത്ത് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരം ചെയ്യാനോ അല്ലെങ്കിൽ ആവശ്യങ്ങൾ ഉന്നയിക്കാനോ ഉള്ള ജനാധിപത്യ അവകാശം നിലനിർത്താൻ പ്രതിബദ്ധതയുള്ള ഒരു ഭരണകൂടമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണകൂടം മാറണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് പ്രക്ഷോഭം നടത്തുന്ന മുഴുവൻ ആളുകൾക്കും അവരുടെ എല്ലാ ഡിമാൻഡുകളും കൊടുത്ത് കീഴടങ്ങണം എന്ന ഒരു വ്യാഖ്യാനത്തിലേക്ക് നിങ്ങൾ പോകരുത്. പക്ഷേ അവർക്ക് പറയാനുള്ളത് പറയാനും കേൾക്കാനുള്ളത് കേൾക്കേണ്ടവർ കേൾക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് ഏത് രീതിയിൽ കേൾക്കണമെന്ന് നിർദ്ദേശിക്കുവാൻ പറ്റില്ല. മറിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടാവുകയോ അല്ലെ മന്ത്രിമാരുടെ ഭാഗത്ത് എന്തെങ്കിലും പരാമർശം ഉണ്ടാവുകയോ അത് സന്നദ്ധ പ്രവർത്തകന്മാരായിട്ടുള്ള ആശാപ്രവർത്തകന്മാരുടെ മനോവേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ മനോവേദന
ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് എന്ന നിഗമനത്തോടുകൂടി ഈ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഈ പറഞ്ഞ തൊഴിലാളിയായി അംഗീകരിക്കുകയും അങ്ങനെ തൊഴിലാളിക്ക് ഇപ്പോൾ നിശ്ചയിക്കപ്പെട്ടുള്ള മിനിമം വേതനത്തിന്റെ ഭാഗമായി അവർക്ക് കിട്ടാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നതിനാവശ്യമായ നടപടികൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിനെ കൊണ്ട് കേന്ദ്ര ഗവൺമെന്റുമായി സംസാരിപ്പിച്ച് ചെയ്യിപ്പിക്കാനുള്ള ഒരു മനോഭാവത്തിലാണ് ഞാൻ ഈ ചർച്ചയിൽ അവസാനമായി പങ്കെടുക്കാൻ ചർച്ചയിൽ കൺക്ലൂഡിംഗ് സമയമാണെന്ന് തോന്നുന്നു. ആ സമയത്ത് എനിക്ക് പറയാനുള്ളത്